ഡൽഹിയിൽ വൻ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട IS ഭീകരരുടെ ശ്രമത്തെ ഡൽഹി പോലീസ് തകർത്തിരിക്കുന്നു. അതിന് പിന്നാലെ 2 ഭീകരരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് വലിയ ചാവേർ ആക്രമണമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവർ രക്തസാക്ഷികളാവാൻ മോഹിച്ചാണ് അവിടെ എത്തിയത് എന്നും പറയുന്നുണ്ട്. ഫിദായിനുകളാവാനായിട്ട്, ജിഹാദ് ചെയ്ത് ഫിദായിനുകളാവാനായിട്ടാണ് എത്തിയത്. പക്ഷേ അവരുടെ ശ്രമം പരാജയപ്പെട്ടു. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അധികം വൈകാതെ ഇതിൻ്റെ അന്വേഷണവും കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വരുമോ? അങ്ങനെ ചോദിക്കാൻ കാരണം ഏത് ഭീകരപ്രവർത്തനം നടന്നാലും അതിന് പിന്നിൽ ഒരു കേരള കണക്ഷൻ കാണുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ISലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ഡൽഹിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഡൽഹിയിൽ 2 ചാവേറുകൾ IS എന്ന ഭീകര സംഘടനയുടെ ഭീകര പരിശീലനം നേടിയ IED സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായ 2 ചാവേറുകൾ ഭീകരന്മാരാണ് ഡൽഹി പോലീസിൻ്റെ പിടിയിലായത്. ഇതിലൊരാൾ ഡൽഹി സ്വദേശി തന്നെയാണ്. ഹാദിക് നഗർ എന്ന് പറഞ്ഞ് ഡൽഹിയിലുള്ള ആളാണ് എന്നാണ്. ഇയാളെ അവിടെ നിന്ന് തന്നെയാണ് അറസ്റ്റ് ചെയ്തതും എന്ന് വിവരങ്ങൾ വരുന്നുണ്ട്. മറ്റൊരാളെ ഭോപ്പാലിൽ നിന്നാണ് പിടികൂടിയത്. അയാൾ ഭോപ്പാൽ കേന്ദ്രീകരിച്ച് ഒരുപക്ഷെ മധ്യപ്രദേശ് സ്വദേശിയായിരിക്കാം, പക്ഷേ അയാൾ പിടിയിലായത് ഭോപ്പാലിൽ നിന്നാണ്. അപ്പോൾ ഈ ഭോപ്പാൽ ഡൽഹി കണക്ഷൻ ഇതിനുണ്ട്, ഈ ഒരു സംഭവത്തിൻ്റെ പുറകിലുണ്ട്. ഇത് ഡൽഹിയിലെ സ്പെഷ്യൽ സെല്ല്, നമ്മുടെ ഇവിടെ നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് പോലെ ഡൽഹി പോലീസിലെ സ്പെഷ്യൽ സെല്ലും അതുപോലെ തന്നെ IBയും ഇൻ്റലിജൻസ് ബ്യൂറോയും ഒക്കെ ചേർന്നുള്ള ഒരു സംയുക്ത ഓപ്പറേഷനിലൂടെയാണ് ഈ 2 പേരെയും പിടികൂടുന്നത്. അവർക്ക് വിവരം ചോർന്ന് കിട്ടുകയും കൃത്യമായിട്ട് ഈ 2 പേരെയും അവർ പിടികൂടുകയും ചെയ്തു. അപ്പോൾ പിടികൂടി ഇവരെ ചോദ്യം ചെയ്തപ്പോൾ, ഇവരെ പിടികൂടുന്ന സമയത്ത് തന്നെ ഇവരുടെ കൈവശം ഈ IED ഉപയോഗിച്ച് സ്ഫോടനം നടത്താൻ കഴിയുന്ന അതിൻ്റെ സാമഗ്രികൾ ഉണ്ടായിരുന്നു. ആ സാമഗ്രികൾ സഹിതമാണ് ഇവരെ പിടികൂടുന്നത്. ആയുധങ്ങളും ഉണ്ടായിരുന്നു ഇവരുടെ കൈവശം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്, ഇവർ ഭീകര പരിശീലനം നേടിയവരാണ്. ഇവർ ഡൽഹിയിൽ നിരവധി സ്ഥലങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തെത്തിയവരാണ് എന്നും വ്യക്തമായി. ഈ പറഞ്ഞതുപോലെ ഇവർ ചാവേറുകളാകാൻ തയ്യാറെടുത്ത് സ്വയം പൊട്ടിത്തെറിച്ച് ഈ പറഞ്ഞ ഫിദായിനുകൾ ആകാൻ വന്ന ജിഹാദികളാണ് എന്ന് വ്യക്തമാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ ISുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്രൂട്ട് ചെയ്യപ്പെട്ടത് എവിടെ നിന്നാണ്? നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ഈ കേരളത്തിൽ നിന്ന് പോയ കാസർഗോഡ് സ്വദേശിയായ ഒരാളിൻ്റെ ടെലഗ്രാമിലെ വോയിസ് മെസ്സേജ് നമ്മുടെ കയ്യിൽ കിട്ടിയതാണ്. അയാൾ എന്താ പറയുന്നത്? മലയാളിയാണ്, കേരളീയനാണ്. അയാൾ പറയുന്നത് ഈ ശരിയ ഭരണം, ഇസ്ലാമിക ഭരണം വരാൻ, ദീൻ നടപ്പിലാക്കാൻ, അള്ളാഹുവിൻ്റെ ദീൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യണം. ഈ വലിയ ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലം, അതായത് അമുസ്ലിങ്ങൾ നടത്തുന്ന ആഘോഷങ്ങൾ, അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, അങ്ങനെയൊക്കെയുള്ള, അത് ഏതു മതവിശ്വാസിയുമാകട്ടെ, മുസ്ലിങ്ങളല്ലാത്തവരുടെ അത്തരം ആഘോഷങ്ങളെല്ലാം അവസാനിപ്പിക്കണം, അത് അട്ടിമറിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലെ ഒരു വലിയ ആഘോഷം നടക്കുകയാണ്, ഒരു വലിയ ഉത്സവമാണ്. നമുക്കറിയാം, ജാതിമത ഭേദമന്യേ തൃശ്ശൂരിലെയും സമീപ ജില്ലകളിലെയും ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ പിടിയിലായ കാസർഗോഡ് സ്വദേശി റാഷിദ് എന്നാണ് അയാളുടെ പേരെന്ന് ഞാൻ ഓർക്കുന്നു. അയാൾ പറയുന്നത്, വോയിസ് മെസ്സേജിൽ പറയുന്നത്, നിങ്ങൾ അവിടേക്ക് ഒരു വലിയ ട്രക്ക് കൊണ്ടിടിച്ച് കയറ്റണം, പരമാവധി ആൾക്കാരെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചൊരു ട്രക്ക് കൊണ്ടുപോയി ഇടിച്ച് കയറ്റി ആൾക്കാരെ കൊല്ലണം. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കൊടും ഭീകരൻ ആണ്. പിന്നീട് അയാൾ ISൻ്റെ ഈ സൈന്യത്തിൽ ചേർന്ന് യുദ്ധം ചെയ്ത് ആൾ വധിക്കപ്പെട്ടു. സുരക്ഷാസേന, അവിടുത്തെ സുരക്ഷാസേനയുമായിട്ട്, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, സിറിയയിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ ഇയാൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഇതുപോലെയുള്ള നിരവധി ആൾക്കാർ ഇപ്പോൾ പിടിയിലായ ISൻ്റെ ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ പോയി, അല്ലെങ്കിൽ ആ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച് പിടിയിലായി നമ്മുടെ കേരളത്തിലെ ജയിലുകളിൽ അടക്കം കഴിയുന്ന പല ആൾക്കാരുടെയും വാട്സാപ്പ് ചാറ്റുകളും അവരുടെ സന്ദേശങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. സമാനമാണ് അവിടെ എല്ലാം സ്ഥിതി.
അവരും ഒക്കെ പറയുന്നത് ഇതൊക്കെയാണ്. ഇങ്ങനെ മതം തലയ്ക്ക് പിടിച്ച്, അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ച് യഥാർത്ഥ ദൈവവിശ്വാസികളെ പോലും നാണം കെടുത്തുന്ന, ആക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന തരത്തിൽ ഇത്തരക്കാർ പെരുമാറുന്നു എന്നുള്ളതാണ് ഇവരുടെ ഈ മതഭ്രാന്താണ് ഇവർക്ക്. ഈ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചവരാണ് സമാധാനകാംക്ഷികളായ മനുഷ്യരെ കൊല്ലുന്നത്. നോക്കൂ, പാകിസ്ഥാനിൽ നമുക്കറിയാം, ഈ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ നിസ്കരിക്കാൻ, പ്രാർത്ഥിക്കാൻ ഒത്തുകൂടുന്നവരുടെ ഇടയ്ക്ക് സ്ഫോടക വസ്തു കൊണ്ടുവച്ച് പൊട്ടിത്തെറിപ്പിക്കുകയാണ്. ഇവർ ആരെയാണ് കൊല്ലുന്നത്? നോക്കൂ, ഇവർ പറയുന്നത് ഞങ്ങൾ ലോകം മുഴുവനും ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ളവർ എന്തിനാണ് ഈ ഇസ്ലാം വിശ്വാസികളെ തന്നെ ഇങ്ങനെ വധിക്കുന്നത്? ഈ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. അപ്പോൾ ഇതൊരു തരം ഭ്രാന്താണ്. ഈ ഭ്രാന്ത് പിടിപെട്ട ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്യും? അപ്പോൾ അത്തരക്കാർ നേരത്തെ കേരളത്തിൽ നിന്ന് പിടിയിലായിട്ടുണ്ട്. അവർ പലരും ജയിലുകളിൽ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ IS മോഡ്യൂളുമായിട്ട്, റിക്രൂട്ട്മെൻറ്റുമായിട്ട് കേരളത്തിന് നേരത്തെ തന്നെ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം തീർച്ചയായിട്ടും ഇവിടെ പരിശോധിക്കപ്പെടും. ഈ ഡൽഹിയിലും ഭോപ്പാലിലും പിടിയിലായവർക്ക് കേരളം അടക്കമുള്ള മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇവർ അവിടെ നിന്ന് എന്തെങ്കിലും സഹായം സ്വീകരിച്ചിട്ടുണ്ടോ? ഇവർക്ക് എവിടെ വച്ചാണ് പരിശീലനം ലഭിച്ചത്? ഈ പരിശീലനം നൽകിയ ആൾക്കാർ എവിടെയുള്ളവരാണ്? ഇതൊക്കെ എന്തായാലും ഈ IED ഉപയോഗിച്ച് സ്ഫോടനം നടത്താൻ ഒരു സാധാരണക്കാരന് സാധിക്കില്ല. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പഠിച്ച് പരിശീലനം കിട്ടിയ ഒരാളിന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലൊരു പരിശീലനം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എവിടെ നിന്നാണെന്ന് അറിയണം. അപ്പോൾ ഇവരെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലും IBയും റോയും അടക്കമുള്ളവർ ഇവരെ ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമാണ്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പതിവ് പോലെ ലോകത്ത് എവിടെ സ്ഫോടനം നടന്നാലും അവിടെ ഒരു കേരള കണക്ഷൻ, ഒന്നുമല്ലെങ്കിൽ കേരളം വഴി യാത്രയെങ്കിലും ചെയ്ത ഒരാൾ അതിനകത്തുണ്ടാകും എന്നൊരവസ്ഥ ഇന്ന് ലോകത്ത് സംജാതമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ ദക്ഷിണ ഭാരത അല്ലെങ്കിൽ കേരള കണക്ഷൻ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കും എന്ന് തീർച്ചയാണ്. ഈ പിടിയിലായവർ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പിടിയിലായ ആൾ ഡൽഹി സ്വദേശിയാണെന്ന് നമ്മൾ കരുതുന്നു. ഡൽഹിയിലെ ഹാദിക് നഗറിൽ നിന്ന് പിടിയിലായി എന്ന് മാത്രമേ നമുക്കറിയാവൂ. ഇയാൾ ഡൽഹി സ്വദേശിയാണോ, അതുപോലെ ഭോപ്പാലിൽ പിടിയിലായാൽ മധ്യപ്രദേശ് സ്വദേശിയാണോ എന്നൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത്തരം വിവരങ്ങളൊന്നും അന്വേഷണ ഏജൻസി പുറത്തുവിട്ടിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇവരുടെ പിന്നിൽ വലിയ ഗൂഢശക്തികളുണ്ട്. ഇതൊരു ചെറിയ മീനുകളല്ല ഈ പിടിയിലായത്. ഇവർക്ക് പുറകിൽ ഒരു വലിയ വല വിരിച്ചിരിക്കുന്ന സംവിധാനം തന്നെയുണ്ട്. അത് നമുക്കറിയാം. ഈ IS എന്ന് പറയുന്നത് അത് ജന്മമെടുത്ത നാട്ടിൽ ഏതാണ്ട് മൃതപ്രായമായെങ്കിലും ലോകത്തിൻ്റെ പല കോണുകളിലും അവർ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അവർ നിലകൊള്ളുന്നുണ്ട്. ഇത്തരക്കാർക്ക് ഇങ്ങനത്തെ ഭ്രാന്ത് പിടിപെട്ട ആൾക്കാരെ കിട്ടും, എപ്പോഴും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കിട്ടും എന്നുള്ളതും ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ കണ്ടെത്താൻ നമ്മുടെ രാജ്യത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോലീസ് കണ്ണിലെണ്ണ ഒഴിച്ച് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം അതീവ ഗൗരവത്തോടുകൂടി ഇതിനെ നിരീക്ഷിക്കുകയും അന്വേഷണം നടത്തുകയും റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇവർ പിടിയിലായത്. അല്ലായിരുന്നെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇവർ സ്ഫോടനം നടത്തിയതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇവർ ആയിരക്കണക്കിന് നീക്കങ്ങൾ നടത്തുമ്പോഴാണ് ഒന്നോ രണ്ടോ എണ്ണം വിജയിക്കുന്നത്. ബാക്കിയെല്ലാം പരാജയപ്പെടുത്താൻ നമ്മുടെ സുരക്ഷാ സേനകൾക്ക് സാധിക്കുന്നുണ്ട്, രഹസ്യാന്വേഷണ വിഭാഗത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ചെറിയ നേട്ടമല്ല. അതുകൊണ്ട് തന്നെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള കൂടുതൽ അന്വേഷണം ആഴങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്.